ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള 4 ബെഡ്റൂമുള്ള ഈ നല്ല വീടാണ്. അപ്പോൾ ഇതിന് 2200 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 6.25 സെൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ പറഞ്ഞ വീട്. ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ ഹാൾ വന്നിട്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് ഉണ്ട്. എല്ലാം ഒരു സെയിം കളറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ ബോർഡുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകാം. അപ്പൊ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഡെക്കറേഷൻ വാളുണ്ട്. പിന്നെ ഇവിടെ ഇതാണ് ഡൈനിങ് ഹാൾ. ഇവിടെ നല്ല സീലിംഗ് ചെയ്ത് പൊളിയാണ്. നമുക്കിനി കിച്ചണിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇവിടെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് നല്ല വുഡൻ ഡിസൈൻ വരുന്ന ടൈൽസ് ആണ്. നല്ല ഗ്രിപ്പാണ് ഇതിന്. കിച്ചൺ. ഇവിടെ സ്റ്റൗ ആൻഡ് ചിമ്മനി വന്നിട്ട് ഫാബറിന്റെ ആണ്. സ്റ്റൗവില് 3 ബേണറാണ് വരുന്നത്. ഇത് ടോപ്പ് മോഡലാണ്. പിന്നെ ഇത് വന്നിട്ട് ഇലക്ട്രിക് ചിമ്മിനിയാണ്. പിന്നെ പാക്കുകളൊക്കെ മുകളിലായാലും. ഫ്രണ്ട്സ്, ഇതാണ് ഇപ്പോഴത്തെ ഫോൾഡിംഗ് ടൈപ്പ് ഡോർ. ഇവിടെ നമുക്ക് വയ്ക്കാം. വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇളക്കി എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഇവിടെ നിറയെ റാക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിൽ വരുന്നുണ്ട്. ഇവിടെ പ്ലേറ്റ്സ് വയ്ക്കാൻ നമുക്ക് ആവശ്യം പോലെ. പിന്നെ ഇനി നമുക്ക് ഇവിടുത്തെ വക്കീല് കാണാൻ പറ്റും. ഇവിടെ ആയാലും ഇവിടെ ഒരു അടുപ്പ് വരുന്നുണ്ട്. പിന്നെ എവിടെ താഴെ നമുക്ക് കുറേ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ സിങ്ക്, ഇവിടെ റാക്കുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ മുകളില് റാക്സ് വരുന്നുണ്ട് 2 സൈഡിൽ. ഇതാണ് ഇതിന്റെ ഈ വീടിന്റെ ബാക്ക് സൈഡിൽ നിന്ന് വരുന്നത്. കുറച്ച് സ്പേസ് അവര് ഇന്റർലോക്ക് ഇടാതെ തന്നിട്ടുണ്ട്. നമുക്ക് എന്തുവേണം ചെയ്യാം, കൃഷിയൊക്കെ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ധാരാളം വെള്ളമുള്ള ഒരു കിണറുണ്ട്. പിന്നെ ഇവിടെ രണ്ട് ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. ഒന്നിച്ച് അതേ നമ്മളിപ്പം ഡൈനിങ് ഹാളിലാണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് നമ്മൾ പറഞ്ഞുതരാം. ഇവിടെ നിന്നേ നമ്മളിവിടെ കിച്ചണാണ്. കിച്ചണിൻ്റെ തന്നെ ഇങ്ങോട്ട് വന്ന സ്റ്റെയറും ഉണ്ട്. അവിടെ തന്നെ അങ്ങോട്ട് വാഷ് ബേസിനും ഉണ്ട്. അതുവഴി നമ്മൾ വാഷ് ബേസിലേക്ക് നമുക്ക് പോയിട്ട് വരാം. ഇവിടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ഇവിടെ തന്നെ റാക്കുകളെല്ലാം ഉണ്ട് താഴെ. ഇനി നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ഏരിയയിലേക്ക് പോകാം. ഇവിടുന്ന് ഡൈനിങ് ഹാളിന്റെ ലെഫ്റ്റ് ആണ്. ഇവിടെ തന്നെ 2 റൂമുകൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഒരു റൂം. അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്. പിന്നെ ഇവിടെ നിന്ന് ബാത്റൂം ചെയ്തേക്കുന്ന എല്ലാം ജാഗുവാറിന്റെ ബാത്റൂം ഫിറ്റിംഗ്സ് വെച്ചിട്ടാണ്.
പിന്നെ ഇതിൻ്റെ ഫ്ലഷ് ടാങ്ക് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. ഹൈ പ്രഷർ ആണ്. ഇത് വാർമൗണ്ടിൻ്റെ ക്ലോസറ്റ് ആണ്. നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പത്തിലാണ്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. റൂംസിന്റെ എല്ലാം ഡോർ വന്ന് കുളിവാനാണ്. ഓക്കെ, ഇവിടെ എല്ലാം ജാഗ്വാർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാർമൗണ്ട് ക്ലോസറ്റ് തന്നെയാണ്. ഫ്ലഷ് ടാങ്ക് ഇതാണ്. മെയിൻ ഡോർ വെച്ച് എല്ലാം കുളിവാക്ക വെച്ചാണ് ഈ ഡോർ കാണാൻ രസമാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഇവിടെ സ്റ്റേജിൽ കയറി വരുമ്പോൾ ഒരു വെർട്ടിക്കൽ പങ്കുകൾ ഉണ്ട്. അവിടെ ലൈറ്റൊക്കെ ഉണ്ട്. രാത്രി നല്ല രസമാണ്. ഇനി നമുക്ക് പോവാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽസിന് ഖജാരികളാണ്. പിന്നെ ഇവിടെ സ്റ്റെയറിൽ പ്ലെയിൻ ഗ്ലാസ്സിൽ തേക്കിന്റെ ഫ്രെയിമാണ് വരുന്നത്. നല്ലൊരു സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം വലിയൊരു ഹാളാണ്. ഇവിടെ നിന്ന് 2 റൂമായിട്ടാണ് പോകുന്നത്. ഫ്രണ്ട്സ്, ഈ റൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്ലാസ് ഡോർസ് ആണ്. നമുക്ക് പുറത്തേക്ക് പോവാം. ഇവിടെ സ്ക്വയർ ട്യൂബ് വെച്ച് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുവഴി ഇറങ്ങാം. ഇതേ ഇവിടെ ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലവും കൂടെ ഉണ്ട്. ബാത്റൂമിന്റെ താഴത്തെ പോലെ എല്ലാം സെയിം തന്നെയാണ്. താഴത്തെ പോലെ തന്നെ ഇവിടെ ഒരു ഡെക്കറേഷൻ വാൾ വരുന്നുണ്ട്. ഇത് വേറൊരു ഡെക്കറേഷൻ വാൾ മാത്രമേ TV യൂണിറ്റ് ആക്കാം. അതേപോലെയാണ് വയറിംഗ് ചെയ്തേക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് റൂമിലേക്ക് പോവാം. ഇതാണ് അടുത്ത റൂം. പിന്നെ ടോയ്ലറ്റ് തന്നെയാണ്. ഇവിടെയും എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഡിസൈൻസിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. ഇവിടുത്തെ ബാൽക്കണി ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഇരിക്കാൻ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്. ചാടാൻ ടെക്സ്ചർ വാൾ വന്നിട്ടുണ്ട്. നല്ലൊരു കളർ കോംബോ. അപ്പൊ അത് നമുക്ക് ഇവിടെ ഈവനിങ്ങിൽ ടീ ബ്രേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നല്ല സീനാണ് ഇവിടെ വൈകുന്നേരം. നമുക്ക് അതുവഴി ഇങ്ങനെ പൊടിയെ കളിക്കാം. ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് പോവാം. വിശാലമായൊരു ഓപ്പൺ ടെറസ്. ഫ്രണ്ട്സ്, പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ അടച്ചെടുത്ത നല്ലൊരു യൂട്ടിലിറ്റി ഏരിയയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു തിയേറ്ററോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ്. ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള വയറിങ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. എന്താ കാറ്റ്! എത്ര ചൂടുള്ള സമയം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. മരങ്ങളൊക്കെ ഇതാണ് ടെറസ്. ഇവിടുത്തെ പാമ്പുകളെ കാണിച്ചിട്ടാണ്. എനിക്ക് അകത്ത് പോയിട്ട് കാണിച്ചു.
ഇതാണ് ഇവിടുത്തെ കാർ പോസ്റ്റ്. SUV ടൈപ്പ് വെഹിക്കിൾസൊക്കെ ഇതായിട്ട് നിൽക്കും. നോ പോട്ട് നീളമുള്ള വണ്ടികളൊക്കെ മഴ കണ്ടിട്ട് സൂപ്പറായിട്ട് നിൽക്കും. നിങ്ങൾക്ക് ഇവിടെ വണ്ടി ഇതാണ് ബാക്ക്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ നെടുമങ്ങാട് കൊല്ലക്കാടിലാണ്. അവിടുന്ന് 300 മീറ്റേഴ്സ് നമ്മൾ വന്നാൽ നമുക്ക് വീട്ടിലേക്ക് എത്താം. പിന്നെ സിറ്റിയിലേക്ക് ഈസി ആക്സസ് ആണ്. പിന്നെ ഈ വീട് യൂസ് ചെയ്തേക്കുന്നത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്. നിങ്ങൾ വാങ്ങിച്ചത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയായിരിക്കും ഇത്. പിന്നെ ഇതിന് മൊത്തത്തിൽ ഒരു 6.25 സെന്റാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ച് കൂടുതൽ കാര്യം അറിയാൻ നമുക്ക് താഴെ മതി. അപ്പോൾ ഇത് ഇത്രയോട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്താൽ നമ്മൾ അപ്പൊ തന്നെ നിങ്ങളായിരിക്കും. കല്യാൺ പപ്പു സൈനിങ് ഔട്ട്. ഫ്രണ്ട്സ്, ഈ വീട്ടിൽ ചേർന്ന് തന്നെ നമ്മൾ 2000 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക്